ജീവിതം എളുപ്പമായതുകൊണ്ടല്ല, മറിച്ച് ദൈവം സ്തുതിക്ക് യോഗ്യനായതുകൊണ്ട് ഇന്ന് നമുക്ക് ആരാധന തിരഞ്ഞെടുക്കാം. ആരാധന ഒരു തിരഞ്ഞെടുപ്പാണ്. സങ്കീർത്തനങ്ങൾ 34:1 ദൈവവചനത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ആരാധന എന്നത് അനുകൂലമായ സാഹചര്യങ്ങളോടുള്ള ഒരു പ്രതികരണമല്ല. അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബോധപൂർവമായ തീരുമാനമാണ്. സങ്കീർത്തനക്കാരൻ എല്ലാ കാലത്തും എന്ന് പ്രഖ്യാപിക്കുമ്പോൾ സന്തോഷത്തിലും വേദനയിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും അത് തുടരണം എന്നാണ് അർത്ഥമാക്കുന്നത്. പൗലോസും ശീലാസും ചങ്ങലയ്ക്കിടയിലും ആരാധന തിരഞ്ഞെടുത്തതുപോലെ ജീവിതം നീതികേടായി തോന്നുമ്പോഴും നമ്മുടെ ശബ്ദമുയർത്താൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. പ്രയാസകരമായ കാലഘട്ടങ്ങളിൽ നാം ആരാധന തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം ഇപ്പോഴും നിയന്ത്രണത്തിലാണെന്ന് നാം പ്രഖ്യാപിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആരാധന നമ്മുടെ ശ്രദ്ധയെ പ്രശ്നങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ശക്തിയിലേക്ക് മാറ്റുന്നു. ഒരിക്കൽ ഒരു കർഷകൻ കഠിനമായ വരൾച്ചയുടെ സമയത്തും തന്റെ വയലുകളിൽ നനയ്ക്കുന്നു തുടർന്നു. മഴ വരാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് മറ്റുള്ളവർ അദ്ദേഹത്തെ പരിഹസിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ നനയ്ക്കുന്നത് മഴ കാണുന്നത് കൊണ്ടല്ല, മറിച്ച് അത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. താമസിയാതെ മഴ പെയ്തു. അദ്ദേഹത്തിന്റെ കൃഷിസ്ഥലം മാത്രം തഴച്ചു വളർന്നു. ആരാധനയും ഇതുപോലെയാണ്. അത് അത്ഭുതം സംഭവിക്കുന്നതിന് മുൻപുള്ള വിശ്വാസത്തിന്റെ പ്രവർത്തനമാണ്. ഇന്ന് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. എനിക്ക് തോന്നുമ്പോൾ മാത്രമാണോ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്, അതോ എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ അവിടുത്തെ തിരഞ്ഞെടുക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എല്ലാ കാലത്തും അങ്ങയെ ആരാധിക്കാൻ എന്നെ പഠിപ്പിക്കേണ്ടമേ. ജീവിതം ഭാരമായി തോന്നുമ്പോഴും നിരാശയ്ക്ക് പകരം സ്തുതി തിരഞ്ഞെടുക്കാൻ എന്നെ സഹായിക്കണമേ. എന്റെ ആരാധന വികാരങ്ങളിലല്ല, വിശ്വാസത്തിൽ വേരൂന്നിയതാകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ.